ഇലക്ടറൽ ബോണ്ടുകൾ വഴി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നൽകുന്ന സുപ്രധാന രാഷ്ട്രീയ സംഭാവനകൾ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ നയത്തിന്റെ സമഗ്രതയ്ക്ക് അപകടമുണ്ടാക്കിയേക്കാം. വയറിൽ നിന്നുള്ള ഫാർമ കമ്പനികൾ ഏകദേശം 800 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങി. എന്തുകൊണ്ടാണ് ഇത് ഒരു പ്രശ്നം എന്ന ലേഖനത്തിന്റെ സംഗ്രഹം ഇതാ. പ്രധാന പോയിന്റുകൾ. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഇലക്ടറൽ ബോണ്ടുകൾ വഴി ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വൻതോതിൽ ധനസഹായം നൽകി. 2018-നും 2022-നും ഇടയിൽ ഈ കമ്പനികൾ ഏകദേശം 800 കോടി രൂപ സംഭാവന ചെയ്തു. അധാർമിക സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. ആരോഗ്യ പരിപാലന നയത്തിലെ അനാവശ്യ സ്വാധീനത്തെക്കുറിച്ചും താൽപര്യ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ഈ സമ്പ്രദായം ആശങ്ക ഉയർത്തുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. ഇലക്ടറൽ ബോണ്ടുകളെ ചുറ്റിപ്പറ്റിയുള്ള സുതാര്യതയുടെ അഭാവം ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു. മരുന്നിന്റെ വിലനിർണ്ണയവുമായുള്ള ബന്ധം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഗണ്യമായ ധനസഹായം നൽകാൻ കഴിയുമെങ്കിൽ മരുന്ന് വില നിയന്ത്രിക്കാനും പൊതുജനങ്ങൾക്ക് താങ്ങാനാവുന്ന മരുന്നുകൾ ഉറപ്പാക്കാനുമുള്ള സർക്കാർ ശ്രമങ്ങളെ ചെറുക്കരുതെന്ന് ലേഖനം നിർദ്ദേശിക്കുന്നു. യുസിപിഎംപിയുമായുള്ള വൈരുദ്ധ്യം. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ രാഷ്ട്രീയ ഫണ്ടിംഗും ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിംഗ് പ്രാക്ടീസിനായുള്ള യൂണിഫോം കോഡും യുസിപിഎംപി തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ലേഖനം എടുത്തുകാണിക്കുന്നു. നിർദ്ദിഷ്ട മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിന് പകരമായി ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്ക് സമ്മാനങ്ങളോ യാത്രകളോ വാഗ്ദാനം ചെയ്യുന്നത് പോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സന്നദ്ധ കോഡാണ് യുസിപിഎംപി. പ്രധാന വാദം. ഇലക്ടറൽ ബോണ്ടുകൾ വഴി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നൽകുന്ന സുപ്രധാന രാഷ്ട്രീയ സംഭാവനകൾ ഇന്ത്യയിലെ ആരോഗ്യ സംരക്ഷണ നയത്തിന്റെ സമഗ്രതയ്ക്ക് അപകടമുണ്ടാക്കുന്നുവെന്ന് ദി വയറിന്റെ ലേഖനം വാദിക്കുന്നു. ഈ സംഭാവനകൾ അനാവശ്യ സ്വാധീനം സൃഷ്ടിക്കുമെന്നും മരുന്നുകളുടെ വില നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ ധാർമ്മിക സമ്പ്രദായങ്ങളെ തുരങ്കം വയ്ക്കാനും കഴിയുമെന്ന് അത് സൂചിപ്പിക്കുന്നു. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത്. അതിനാൽ ചില വിവരങ്ങളിൽ തെറ്റുകൾ ഉണ്ടാകാം. ഉറവിടത്തിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നു. ദയവായി അത് സന്ദർശിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ വീഡിയോകളെക്കുറിച്ച് അറിയിപ്പ് ലഭിക്കാൻ സജ്ജരാകൂ.